എല്ലാവർക്കും നമസ്കാരം. ഭജഗോവിന്ദത്തിലെ 11ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം. മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാൽ കാലസർവം മായാമയമിതമഖിലം ബുദ്ധ്വാ ബ്രഹ്മപഥം ത്വം പ്രവിശ വിദിത്വ. എന്താണ് അതിന്റെ ലളിതമായ അർത്ഥം? സമ്പത്ത്, ആൾബലം, യൗവനം ഇവയിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. ഓരോ വാക്കും ഇമ്പോർട്ടന്റ് ആണ്, ഓരോ വാക്കും പ്രധാനമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പദങ്ങൾക്കും പ്രാധാന്യം. അവയിൽ അഹങ്കരിക്കരുത്. ഹരതി നിമേഷാത് കാലസർവം. ഒരു നിമിഷം കൊണ്ട് കാലം സകലതിനെയും നാമാവിശേഷമാക്കുന്നു. ഒറ്റ നിമിഷം കൊണ്ട് കാലം സകലതിനെയും ഹരിച്ചു കളയുന്നു. നമ്മൾ ഹര ഹര മഹാദേവ എന്നൊക്കെ പറയും. ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുക എന്നൊരർത്ഥമുണ്ട്. എന്നിട്ട് പറയുന്നു മായാമയമിതമഖിലം ബുദ്ധ്വ. ഇതെല്ലാം നശ്വരമാണ്, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അറിഞ്ഞ് ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വ. ബ്രഹ്മപദത്തെ സാക്ഷാത്കരിച്ച് അതിൽ പ്രതിഷ്ഠിതനാകൂ. ഇതാണ് ഇതിന്റെ അർത്ഥം. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളാണ് ഇതെല്ലാം. എന്തൊക്കെയാണ്? യൗവനം. യൗവനം ഒരു സമ്പത്താണ്. യൗവനം എന്ന് പറയുമ്പോൾ അതിനെ പ്രായം മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യണമെന്നില്ല. ഒന്നാമത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് യൗവനത്തിന് നീളം അധികമുണ്ട്. ഒരു 19-20 വയസ്സിൽ തുടങ്ങുന്ന യൗവനം 60കളിലും 70കളുടെ ആരംഭത്തിൽ വേണമെങ്കിൽ എത്താം. 70കൾ മുതലാണ് ശരിക്കും വാർദ്ധക്യത്തിന്റെ യൗവനം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്റ്റഡികൾ പറയുന്നത്. 71 വയസ്സെന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിന്റെ യൗവനം ആണ്, വാർദ്ധക്യം തുടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു നീണ്ട കാലയളവാണ് ഈ യൗവനം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ളപ്പോഴാണ് യൗവനം. 20 വയസ്സായാലും ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യന് യൗവനം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ യൗവനം എന്നിവിടെ ഉദ്ദേശിച്ചത് കൃത്യമായ ആരോഗ്യം, ബലിഷ്ഠമായ ശരീരം, ദൃഢമായ ശരീരം, കണ്ണുകളും കാതുകളും നന്നായിട്ട് പ്രവർത്തിക്കുക, നമ്മളുടെ ശരീരം അയവാർന്നതായിരിക്കുക, അയവുള്ളതായിരിക്കുക, ദൃഢമായിരിക്കുക, അരോഗമായിരിക്കുക, രോഗങ്ങളില്ലാതായിരിക്കുക. ഇതൊക്കെയാണ് യൗവനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യൗവനം ജീവിതത്തിലെ ഒരു സൗഭാഗ്യമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ധനം. യൗവനത്തോടൊപ്പം തന്നെ ധനം. നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമുണ്ട്. ധനം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കറൻസി, ഇങ്ങനെ കറണ്ടാണ്. അതൊരു ഒഴുക്കാണ്. അതിങ്ങനെ ചുറ്റും ഒഴുകുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത്. ധനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം നമുക്ക് ചുറ്റും. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ആവാസ വ്യവസ്ഥ, സാമ്പത്തിക ആവാസ വ്യവസ്ഥ. അതിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് അതിൽ ഉപയോഗിക്കാനുള്ള ധനം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ആൾബലം. എന്താണ് ആൾബലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൾബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാം, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അതിൽ തുടങ്ങി നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ ബന്ധങ്ങൾ, നമ്മളുടെ ആശ്രിതർ, നമ്മളുടെ ഫോളോവേഴ്സ്, നമ്മളെ സ്നേഹിക്കുന്നവർ, ഇങ്ങനെ ഇതെല്ലാം ചേർന്നതാണ് എന്ത് പറയുന്നത്? നമ്മളുടെ ആൾബലം എന്ന് പറയുന്നത്. അപ്പം സമ്പത്ത്, ആൾബലം, യൗവനം ഇവയിൽ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കൂ എന്നാണ് പറയുന്നത്. ഇവ വേണ്ട എന്നാണ് എന്ന് പറയുന്നതായിട്ടാണ് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. വേണ്ട എന്നല്ല പറയുന്നത്, ഇതിൽ അഹങ്കരിക്കാതിരിക്കുക. അഹങ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് വേണം, ഇത് ജീവിതത്തിൽ അവശ്യം വേണ്ടതാണ്. ഇതല്ല നമ്മുടെ പുരുഷാർത്ഥങ്ങളെ കുറിച്ചാണ് വാസ്തവത്തിൽ പറയുന്നത്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ മനുഷ്യൻ പ്രയത്നിച്ച് നേടണം. സമ്പത്ത് പ്രയത്നിച്ച് നേടണം, ബന്ധങ്ങൾ പ്രയത്നിച്ചുണ്ടാക്കണം, യൗവനം അതായത് ആരോഗ്യം പ്രയത്നിച്ച് നേടണം. ഇതെല്ലാം സ്വപ്രയത്നം കൊണ്ട് നേടേണ്ടതാണ്. പക്ഷെ അങ്ങനെ നേടുമ്പോഴും
ബാലൻസ് ആണ് ഇവിടെയും പ്രശ്നം. അങ്ങനെ നേടുമ്പോഴും ഇതിൽ അഹങ്കരിക്കരുത്. ഈ അഹങ്കരിക്കരുതെന്ന് ആചാര്യസ്വാമികൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ മേനി നടിച്ച് നടക്കരുത്, അല്ലെങ്കിൽ 4 പേരോട് പറയരുത്. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് അഹങ്കാരം എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് വരുന്നത്. ആചാര്യസ്വാമികൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതിനെ ആശ്രയിക്കരുത്, അതാണ് ഉദ്ദേശം. അഹങ്കരിക്കരുതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മൾ ആരും അഹങ്കരിക്കുന്നൊന്നുമില്ല, നമ്മൾ ആരും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. പക്ഷെ ഈ നമ്മളുടെയൊക്കെ അഹങ്കാരം വളരെ സൂക്ഷ്മമാണ്. എന്താണ് ആ സൂക്ഷ്മമായ അഹങ്കാരം? സൂക്ഷ്മമായ അഹങ്കാരം പുറമെ വിനീതമായിട്ട് ഇരിക്കും. എനിക്ക് യൗവനത്തിൽ അഹങ്കാരമില്ല, എനിക്ക് ആരോഗ്യത്തിൽ അഹങ്കാരമില്ല, എനിക്ക് സമ്പത്തിലും ആൾബലത്തിലും അഹങ്കാരമില്ല എന്ന് നമ്മൾ പുറമെ നമ്മൾ വളരെ ഹമ്പിൾ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ആശ്രയം അതായിരിക്കും. നമ്മൾ ചാഞ്ഞു നിൽക്കുന്ന മരം അതായിരിക്കും. നമ്മൾ ഊഞ്ഞാല് കെട്ടിയിരിക്കുന്ന കൊമ്പ് സമ്പത്തായിരിക്കും. നമ്മൾ ഊഞ്ഞാല് കെട്ടിയിരിക്കുന്ന കൊമ്പ് നമ്മുടെ ആൾബലമായിരിക്കും. നമ്മൾ ഊഞ്ഞാല് കെട്ടിയിരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിലും യൗവനത്തിലും സൗന്ദര്യത്തിലുമായിരിക്കും. അത് സൂക്ഷ്മം, ആരും അറിയില്ല. നമ്മൾ അതിൽ ചാരിയാണ് നിൽക്കുന്നത്. പുറമെ നമ്മൾ ഹമ്പിൾ ആണെന്ന് കാണിക്കും, പക്ഷെ നമ്മൾ ചാരി നിൽക്കുകയാണ്. അങ്ങനെ ചാരി നിന്നാലുള്ള കുഴപ്പം എന്താണ്? അങ്ങനെ ചാരി നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു കൊമ്പിലും ഒരു പക്ഷിയും വിശ്വാസം അർപ്പിച്ചിട്ടില്ല എന്നൊരു പറച്ചിലുണ്ട്, ഒരു സേയിങ് ഉണ്ട്. അത് അമ്മയാണത് പറയാം. മാതാ അമൃതാനന്ദമയുടെ ഒരു വിശേഷപ്പെട്ട ഒരു ഉപദേശമാണത്. ഒരു പക്ഷിയും അതിരിക്കുന്ന കൊമ്പിൽ പൂർണ്ണമായും ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആ പക്ഷി ഇരിക്കുന്ന ഒരു കൊമ്പിൽ ഇരിക്കുന്നതായിട്ട് കാണാം. പക്ഷെ ആ പക്ഷി ഇരിക്കുന്നത് ആ കൊമ്പിലല്ല. ആ പക്ഷി എവിടെയാണ് ഇരിക്കുന്നത്? അതിന്റെ പക്ഷങ്ങളിലാണ് അതിരിക്കുന്നത്, അതിന്റെ ചിറകിലാണ് അതിരിക്കുന്നത്, കൊമ്പിലല്ല അതിരിക്കുന്നത്. ആ കൊമ്പ് ഇന്ന് വരെ ഒരു പക്ഷിയും മരത്തിൽ നിന്ന് വീണ് ചിറകൊടിഞ്ഞിട്ടില്ല, മരത്തിൽ നിന്ന് വീണ് കാലൊടിഞ്ഞിട്ടില്ല. അത് ഇരിക്കുന്നത് അതിന്റെ ചിറകിലാണ്, അതിന്റെ വിശ്വാസം. സ്വന്തം ചിറകിൽ വിശ്വസിച്ചാണ് അതിരിക്കുന്നത്. ഇതാണ് അഹങ്കാരമില്ലായ്മ എന്ന് പറയുന്നത്. ഇവിടെ പക്ഷിയുടെ പകരം നമ്മളാകുമ്പോൾ എന്താണ്? നമ്മളുടെ ചിറകുകൾ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ആത്മീയതയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മളിലെ ഈശ്വരീയത, നമ്മളിലെ ആത്മീയത, അവിടെയാണ് നമ്മൾ നമ്മളുടെ ആശ്രയം ഉണ്ടാക്കേണ്ടത്. പാറയുടെ മുകളിൽ വീട് പണിയൂ, പാറയുടെ മുകളിൽ വീട് പണിയൂ. എന്താ പറയണേ? മണലിന്റെ പുറത്ത് വീട് പണിയരുതെന്ന് പറയും. മണലിന്റെ പുറത്ത് വീട് പണിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഒലിച്ചു പോകും. പാറയുടെ മുകളിൽ പണിയണം. പാറ എന്ന് പറയുന്നത് ആത്മാവാണ്. ഇതൊക്കെ ഗംഭീരമായ വചനങ്ങളാണ്. പാറ എന്ന് പറയുന്നത് ആത്മാവാണ്, മണൽ എന്ന് പറയുന്നത് ഈ ലോകമാണ്. ഈ ലോകത്തെ നമ്മൾ ആശ്രയിക്കരുത്, അതിന്റെ മുകളിൽ ചാരി നിൽക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാരൽ എവിടെയായിരിക്കണം? നമ്മുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ഈശ്വരനിൽ. ഇത് രണ്ടും ഒന്നാണ്, പക്ഷെ രണ്ട് രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത്. ഈശ്വരനിലും നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തിലുമാണ് നമ്മൾ ചാരി നിൽക്കേണ്ടത്. ഇതാണ് പ്രധാനമായിട്ട് ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നത്. ഇതെല്ലാം മയമിതം അഖിലം ബുദ്ധ്വ ബ്രഹ്മപദം ത്വം പ്രവിശവിദിത്വം. അപ്പൊ ഇതിന് പകരമായിട്ട് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ മാറുന്നതാണെന്ന് അറിഞ്ഞിട്ട്, ഇത് എപ്പോ വേണമെങ്കിലും ഇല്ലാതാകാം എന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ആധ്യാത്മികതയിലേക്ക് തിരിയൂ. പിന്നീട് അദ്ദേഹം അതിനോടൊപ്പം പറയണത് എന്താണ്? ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മോഹം. നിങ്ങൾ ഗോവിന്ദനെ ഭജിക്കൂ, നിങ്ങൾ ഈശ്വരനെ ഭജിക്കൂ. ഈശ്വര പ്രണിധാനമാണ് നമ്മളുടെ യഥാർത്ഥ ശക്തി എന്ന്. ഇത്രയുമാണ് ഇതിന്റെ ലളിതമായിട്ടുള്ള ഒരു അർത്ഥം. പക്ഷെ ഇതിന്റെ അപ്പുറമാണ് ഇതിന്റെ ആന്തരിക മനന അർത്ഥം. ഇതിന്റെ മനന അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും പുരുഷാർത്ഥങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ഈ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾക്ക് എന്തു കൊണ്ടുവരുന്നു? നമ്മൾക്ക് അത്യധികമായ സന്തോഷവും സംതൃപ്തിയും ജീവിക്കാനുള്ള പ്രേരണയും കൊണ്ടുവരുന്നു. ഇതിനെയൊക്കെ നമുക്ക് ഒറ്റ വാക്കിൽ ജീവിത ആനന്ദം എന്ന് നമുക്ക് വിളിക്കാം. ജീവിത ആനന്ദം എന്ന് നമുക്ക് വിളിക്കാം. ഇവിടെ മുതൽ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ഇന്റർവ്യൂ കാണുകയുണ്ടായി. അപ്പൊ ആ ഇന്റർവ്യൂവിൽ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, മൈത്രേയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ ഇന്റർവ്യൂ. അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഒരു ഇന്റർവ്യൂ അല്ല, അതൊരു സംവാദമാണ്. അപ്പൊ മൈത്രേയന്റെ എതിർവശത്തിരിക്കുന്നത് ഒരു മതവ്യക്തിത്വമാണ്. ഒരു സംഘടിത മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എതിർവശത്തിരിക്കുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള സംവാദം ഇങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഈ മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ഭൗതികവാദിയാണ്. അപ്പൊ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ ഒരു
പോയിന്റ് എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് സവിശേഷമായ ഒരു ജീവിയല്ല. മനുഷ്യൻ എന്ന് പറയുന്നതും മൃഗങ്ങൾ എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. ഇവർക്ക് ഇടയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളുടെ മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യർ എന്തോ വേറിട്ടതാണെന്നും മൃഗങ്ങൾ നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണെന്നും നമുക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ പ്രകൃതിക്ക് മുമ്പിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നമ്മളും മൃഗങ്ങളും ഒന്ന് തന്നെയാണ്. ഇവരുടെ ജീവിതത്തിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. എന്താണത്? ഇവരെല്ലാം ഒരേ ജീവനാണ്. ഇവരുടെ ജീവിതത്തിന് ഒരേ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ അതിജീവിച്ച് നിലനിൽക്കുക എന്നുള്ളത് മാത്രമാണ്. സ്വന്തം പതിപ്പുകളെ സൃഷ്ടിച്ച് മറഞ്ഞു പോവുക എന്നുള്ളത് മാത്രമാണ്. ഇതാണ് മൈത്രേയൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു വസ്തുത. സ്വന്തം പതിപ്പുകളെ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചു മറയുക എന്നുള്ളത് മാത്രമാണ് എല്ലാ ജീവികളുടെയും ലക്ഷ്യം. അതിനപ്പുറത്തൊരു ജീവിത ലക്ഷ്യം നിങ്ങൾ തേടരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള ജീവിത ലക്ഷ്യങ്ങൾ നിങ്ങൾ കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. നമുക്ക് വളരെ സുഖകരമായ സർവൈവൽ തലത്തിൽ, അതിജീവന തലത്തിൽ നമുക്ക് ജീവിച്ചു പോകാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ട്. അങ്ങനെയല്ലല്ലോ, അത് പൂർണ്ണതയല്ല, അതൊരു അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ അതൊരു ആത്യന്തികമായ ഉൾക്കാഴ്ച അതിനകത്ത് കാണാനുമില്ല. ഇപ്പൊ നമുക്ക് ഞാൻ ഒരു ചെറിയ ഒരു സരസമായ ഒരു കാര്യം പറയാം. ഒരു വെറ്റിനറി സയൻസ് പഠിച്ച ഒരാൾക്ക്, ഒരു വെറ്റിനറി ഡോക്ടർക്ക് മനുഷ്യനെ ചികിത്സിക്കാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ, ഇതെല്ലാം മൃഗങ്ങളാണ് ആണെങ്കിൽ, വെറ്റിനറി ഡോക്ടർക്ക് മനുഷ്യരെ ചികിത്സിക്കാൻ സാധിക്കുകയില്ല. കാര്യം ഫിസിയോളജിക്കലി തന്നെ അവർക്ക് വലിയ വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് മെക്കാനിസമാണ്. ഫിസിയോളജി, ശാരീരികമായി തന്നെ രണ്ട് മെക്കാനിസമാണ്. ഞാനത് വെറുതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ഈ ചോദ്യം ചോദിച്ചു. ഒരു വെറ്റിനറി ഡോക്ടർ മനുഷ്യനെ ചികിത്സിച്ചാൽ എന്തായിരിക്കും? അവർ പറഞ്ഞു ഇറ്റ് കുഡ് ബി ഫേറ്റൽ, മരിച്ചു പോകാം. ഒരു വെറ്റിനറി ഡോക്ടർ ഒരു മനുഷ്യനെ ചികിത്സിച്ചാൽ മരണം തന്നെ സംഭവിക്കാം. പിന്നീട് ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചു. അത് കുറച്ചുകൂടെ സൂക്ഷ്മമാണ്. മൃഗങ്ങളുടെ മനഃശാസ്ത്രം പഠിച്ച ഒരു വ്യക്തി, മൃഗങ്ങളുടെ മനഃശാസ്ത്രവും അവരുടെ ബിഹേവിയറും പഠിച്ച ഒരു വ്യക്തി മനുഷ്യനിലെ മാനസിക പ്രശ്നങ്ങളെ ചികിത്സിക്കാൻ ഒരുങ്ങിയാൽ എങ്ങനെയിരിക്കും? ഇത് കുറച്ചുകൂടെ കൃത്യമായ ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞു ഇത് രണ്ടാണ്, ഒരിക്കലും അത് ഫലവത്താവുകയില്ല. കാര്യം മനുഷ്യനും മൃഗങ്ങളും രണ്ടാണ്. മനുഷ്യനിലെ മാനസിക വ്യാപാരങ്ങൾ കൂടുതൽ സൂക്ഷ്മമാണ്, കൂടുതൽ സങ്കീർണമാണ്. ഈ രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചത്. കൂടുതൽ സൂക്ഷ്മവും കൂടുതൽ സങ്കീർണവുമായ മനോവ്യാപാരങ്ങളുള്ള ജീവിയാണ് മനുഷ്യൻ. മൃഗങ്ങളെ സംബന്ധിച്ച് മൃഗങ്ങൾ ബിഹേവിയറൽ തലത്തിൽ, ആ വളരെ അടിസ്ഥാന തലത്തിൽ മാത്രം നിൽക്കുന്നതാണ് മൃഗങ്ങൾ. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും മനുഷ്യരെ മനസ്സിലെ ആ അറിവ് വെച്ചിട്ട് മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാര്യം മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ മാനസികമായി അജഗജ അന്തരമുണ്ട്. ഈ ഒരു എക്സാമ്പിൾ ആണ് ആ സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇവിടെ മുതലാണ് ആ വ്യത്യാസങ്ങൾ ആരംഭിക്കുന്നത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആരംഭിക്കുന്നത് ഫിസിയോളജിയെക്കാളും അവന്റെ മനോവ്യാപാരങ്ങളിൽ തൊട്ടാണ് ആ വ്യത്യാസം ആരംഭിക്കുന്നത്. നമ്മളുടെ ശാസ്ത്രങ്ങളിലേക്ക് വരുമ്പോൾ ആധുനിക സയൻസ് തന്നെ പറയുന്നത് മനുഷ്യന് അവന്റെ ആനന്ദം, മനുഷ്യൻ എല്ലാ ജീവികളും ആനന്ദം തേടിയാണ് ജീവിക്കുന്നത്, സന്തോഷം തേടിയാണ്, സുഖം തേടിയാണ് ജീവിക്കുന്നത്. പക്ഷെ മനുഷ്യനിൽ വരുമ്പോൾ, മൃഗങ്ങളിൽ ആ സുഖം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക, ഇണചേരുക, ഉറങ്ങുക, ഇത്തരം കാര്യങ്ങളാണ്. ആഹാര, നിദ്ര, മൈഥുന, വിഹാരം, കളിക്കുക, എന്റർടൈൻമെന്റ്, ഇങ്ങനെ 4 കാര്യങ്ങളിലാണ് മൃഗങ്ങളിൽ സന്തോഷത്തിന്റെ ഉറവിടം. അതിനപ്പുറത്തേക്ക് ഒരു ഉറവിടം ഇല്ല. പക്ഷെ മനുഷ്യനിൽ പല അടരുകളായിട്ടാണ് ഈ സുഖാനുഭവം നിൽക്കുന്നത്. മനുഷ്യൻ സർവൈവൽ മാത്രമാണോ എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ ഇത് കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ എന്താണ് മനുഷ്യന്റെ ജീവിച്ചിരിക്കുമ്പോഴുള്ള ആനന്ദം? ഇപ്പൊ ഒരു സ്റ്റഡി, ഏറ്റവും പുതിയ ഒരു സ്റ്റഡി,
ആ സ്റ്റഡിയുടെ ഒരു വിവരങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. ഇവര് നമ്മളുടെ സന്തോഷത്തിന് 4 അടരുകളാണ് പറയുന്നത്. 4 തട്ടുകളായിട്ടാണ് മനുഷ്യനിൽ സന്തോഷം പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഈ ആനന്ദത്തെ അറിയാൻ പറ്റും. ഏറ്റവും ആദ്യം എന്നുള്ളത് സെൻസറി ആണ്, ഇന്ദ്രിയപരമാണ്. സംശയമില്ല. ഇവിടെ നമ്മൾ മൃഗങ്ങളും ഒക്കെ ഒരുപോലെയാണ്. ഇന്ദ്രിയപരവും ഭൗതികവുമായ ആനന്ദം, ഇതാണ് നമ്മളുടെ ആദ്യത്തെ ആനന്ദം. ഇത് എല്ലാ ജീവികൾക്കും തുല്യമാണ്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവികൾക്കും ഇന്ദ്രിയപരവും ഭൗതികവുമായ ആനന്ദം തുല്യമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ ആനന്ദം നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും, ഭക്ഷണത്തിലൂടെ കിട്ടും. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കാണുമ്പോൾ കിട്ടും, കേൾക്കുമ്പോൾ കിട്ടും, തൊടുമ്പോൾ കിട്ടും, ടച്ച് ചെയ്യുമ്പോൾ കിട്ടും, ഗന്ധിക്കുമ്പോൾ കിട്ടും. ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതാണ് ആദ്യത്തെ ആനന്ദം. സെൻസറി ആൻഡ് മെറ്റീരിയൽ, ഇന്ദ്രിയപരവും ഭൗതികവുമായ ആനന്ദം എന്ന് പറയുന്നത് വളരെ വേഗം കിട്ടും, വളരെ ചീപ്പാണ്, വില കുറഞ്ഞ ആനന്ദം എന്നാണ്. ഒരു ചീപ്പ് ഡോപ്പമൈൻ എന്നാണ് അവർ അതിനെ പറയുന്നത്. ഡോപ്പമൈൻ ആണല്ലോ നമ്മുടെ ആനന്ദം. വില കുറഞ്ഞ ആനന്ദം എന്ന് വെച്ചാൽ ചീപ്പാണ്, വളരെ പെട്ടെന്ന് ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിനെ ചീപ്പ് എന്ന് വിളിച്ചത്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഷോർട്ട് ലിവ്ഡ് ആണ്. ഇതിന് ആയുസ് കുറവായിരിക്കും. ഈ ആനന്ദത്തിന് ആയുസ് കുറവായിരിക്കും. ഈ മനുഷ്യന്റെ ആനന്ദം തന്നെയാണിത്, പക്ഷെ ഇത് വളരെ ഷോർട്ട് ലിവ്ഡ് ആണ്. ആനന്ദം അധിക നാൾ നിൽക്കില്ല. ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നാലേ ഈ തലത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഇത് നമുക്കൊരു ആനന്ദം കിട്ടി. ഇതിപ്പോ നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്കൊരു സംതൃപ്തി കിട്ടി. സംതൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ എത്ര നേരം നിൽക്കും? 4 മണിക്കൂർ അല്ലെ? 4 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വിശക്കും. 5 മണിക്കൂർ കഴിഞ്ഞാൽ അതൊന്നും കൂടി അധികരിക്കും, 6, 7. അതിനോടകം നമ്മൾ വീണ്ടും ഭക്ഷണം തേടി പോകും. ഇത് വളരെ ഷോർട്ട് ലീവ്ഡ് ആണ്. ഇത് കൊണ്ടുവരുന്ന സംതൃപ്തി എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമാണ്. അതിന് ഹ്രസ്വമായ ആയുസ്സേ ഉള്ളൂ. ഇതാണ് ആദ്യത്തെ ആനന്ദം. ആരും ആരെയും പഠിപ്പിക്കേണ്ടതില്ല. ഇവിടെ ആരും ആർക്കും ക്ലാസ് എടുക്കേണ്ടതില്ല. ഇവിടെ ആരും ആരെയും പ്രചോദിപ്പിക്കേണ്ടതില്ല. രണ്ടാമത്തെ ആനന്ദം ഇവിടെ മുതൽ നമ്മൾ മൃഗങ്ങളോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ മുതൽ മൃഗങ്ങളും മനുഷ്യരും രണ്ടാണ്. അത് അങ്ങനെയാണ്, പ്രകൃതി അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? അഹം കേന്ദ്രീകൃതമായിട്ടുള്ള ആനന്ദം. എന്താണ് ഈ അഹം കേന്ദ്രീകൃതം? നമ്മുടെ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ആനന്ദം. വ്യക്തി കേന്ദ്രീകൃതമായ ആനന്ദം എന്ന് പറയുമ്പോൾ അംഗീകാരം, നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനന്ദം, നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം, അവരുടെ ഇടയിൽ ഒരു അംഗമായി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം. ഇത് കുറച്ചുകൂടി സൂക്ഷ്മമായ ആനന്ദമാണ് മനുഷ്യർക്ക് കിട്ടുന്ന. അംഗീകാരം എന്ന് പറയുന്നത്, പ്രശസ്തി എന്ന് പറയുന്നത്, നമ്മളെ ആദരിക്കുക, മറ്റൊരാളുടെ റെസ്പെക്ട് കിട്ടുക എന്ന് പറയുന്നത്, സ്നേഹത്തെക്കാൾ ഉപരി അവരുടെ ആദരവ് പിടിച്ചു പറ്റുക എന്ന് പറയുന്നതൊക്കെയാണ് ഈ അഹം കേന്ദ്രീകൃതമായ ആനന്ദം. ഇതിനെ ഫെലിക്സ് എന്നാണ് ആധുനിക ശാസ്ത്രം വിളിക്കുന്നത്. ഫെലിക്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് ചീപ്പല്ല, ഇത് വളരെ വില കുറഞ്ഞതല്ല, ഇത് അധ്വാനിച്ച് നേടണം എന്നാണ് അവരുടെ അടിവരയിട്ട് പറയുന്നത്. അംഗീകാരം എന്ന് പറയുന്നതും ആദരവെന്ന് പറയുന്നതും ബന്ധങ്ങൾ എന്ന് പറയുന്നതും നമ്മൾ അധ്വാനിച്ച് സമയവും ഊർജവും വിനിയോഗിച്ച് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. വില കൂടിയ ആനന്ദമാണിത്. ഇത് എല്ലാവർക്കും വെറുതെ ഇരുന്നാൽ കിട്ടുന്നതല്ല, വില കൂടിയ ആനന്ദമാണ്. ഇതിന് സമയമെടുക്കും, ഇതിന് അധ്വാനം ആവശ്യമുണ്ട്, ഇതിന് ഊർജം കൊടുക്കും. ഇതാണ് നമ്മുടെ ആനന്ദത്തിന്റെ രണ്ടാമത്തെ തലം. ഇപ്പോഴും നമ്മൾ പകുതി എത്തിയിട്ടുള്ളൂ. ഇവിടം കൊണ്ട് അത് അവസാനിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ പകുതിയേ ആയിട്ടുള്ളൂ. നോക്കൂ, ഇപ്പോൾ തന്നെ നമ്മൾ മൃഗങ്ങളിൽ നിന്നും ഒരുപാട് അകലെയായി കഴിഞ്ഞു. മൂന്നാമത്തെ തലം, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് തുടർച്ചയായ സമൂഹത്തിന്റെ തുടർച്ചയായ അംഗീകാരം കിട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ പയ്യെ തളർന്നു പോകും. നമുക്ക് തുടർച്ചയായ അംഗീകാരം കിട്ടണം. നമ്മൾ എപ്പോഴും ലൈം ലൈറ്റിലായിരിക്കണം, വെള്ളി വെളിച്ചത്തിലായിരിക്കണം. നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം, ഐ ആം ദ സെന്റർ ഓഫ് ദ വേൾഡ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അംഗീകാരം കിട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും, നമ്മുടെ ശക്തി ചോർന്നു പോകും. അങ്ങനെ ഒരു പുറത്തു നിന്നുള്ള വിലയിടൽ അത് നമുക്ക് ആവശ്യമാണ്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം.
ഇവിടെ നമ്മൾ ഡിപ്പെൻഡന്റ് ആണ്, അല്ലെ? നമ്മൾ എന്താണ് ഇവിടെ? സ്വതന്ത്രനല്ല. ഇവിടെ നമ്മൾ ആശ്രിതനാണ്, മറ്റുള്ളവരുടെ ആശ്രിതനാണ്, സമൂഹത്തിന്റെ ആശ്രിതനാണ്. ഇനി മൂന്നാമത് കുറച്ചും കൂടി ഉയരെയുള്ള ഒരു ആനന്ദമാണ്. ഈ ആനന്ദം മുതലാണ് നമ്മൾ ഈ ലോകത്ത്, എന്താ പറയാ, നിങ്ങൾ ഈ ലോകത്തിന്റെ പ്രകാശമാണെന്നൊക്കെ പറയുന്നത് ഇവിടെ മുതലാണ്. ഈ മൂന്നാമത്തെ തലം മുതലാണ് നമ്മൾ ഈ ലോകത്തിന്റെ പ്രകാശമായി മാറുന്നത്, നമ്മൾ ഈ ലോകത്ത് ഒരു വെളിച്ചമായി മാറുന്നത്. മൂന്നാമത്തേതിന് പറയുന്നത് സഹാനുഭൂതി, ഇടപഴകുമ്പോഴുള്ള സന്തോഷം. സഹാനുഭൂതിയിൽ നിന്നും ഇടപഴകുമ്പോഴും കിട്ടുന്ന ആനന്ദം, അതാണ് മൂന്നാമത്തെ ആനന്ദം. അതിനവർ വിളിക്കുന്ന പേര് ബിയാറ്റിറ്റ്യൂഡോ എന്നാണ്. ബിയാറ്റിറ്റ്യൂഡോ, അതും ഹാപ്പിനെസ് എന്നാണ് അർത്ഥം, പക്ഷെ ഒരുപാട് വിശാലമായ ഒരു അർത്ഥമാണ് അതിനുള്ളത്. ബിയാറ്റിറ്റ്യൂഡ് ഇത് വെറുതെ കിട്ടില്ല, ഇത് ഗംഭീരമായ സുന്ദരമായ ആനന്ദമാണ്. ഇത് നമ്മളിൽ ഉണ്ടാകുന്നത് എംപതറ്റിക് ആയിരിക്കുമ്പോൾ, നമ്മളിൽ സഹാനുഭൂതി, അനുകമ്പ, നാരായണ ഗുരുദേവനൊക്കെ പറയുന്ന അനുകമ്പയിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോ അതിനെക്കുറിച്ച് ഗംഭീരമായ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതായത് ഒരു പ്രൊഫസർ തന്റെ വിദ്യാർത്ഥികളെയും കൊണ്ട് ഒരു ദിവസം മനഃശാസ്ത്ര വിദ്യാർത്ഥികളുടെ ക്ലാസ്സിലേക്ക് അദ്ദേഹം കടന്നു വന്നു. മനഃശാസ്ത്ര വിദ്യാർത്ഥികളുടെ ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ട് ആ പ്രൊഫസർ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് ഇല്ല, പകരം നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോകുന്നു. കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമായി. അദ്ദേഹം ഇവരെല്ലാം വിളിച്ച് സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണിച്ചു. അതിനുശേഷം അവർ പുറത്തു വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത് ഡയറിയിൽ കുറിച്ചെഴുതുക, നിങ്ങൾ ഇന്ന് അനുഭവിച്ച ആനന്ദത്തെ നിങ്ങളൊന്ന് റേറ്റ് ചെയ്യുക എന്നും പറഞ്ഞു. നിങ്ങൾക്ക് ഇന്നുണ്ടായ സന്തോഷത്തെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തി വെക്കുക. കുട്ടികൾ അതുപോലെ തന്നെ ചെയ്തു. പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം വീണ്ടും പ്രൊഫസർ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ക്ലാസ് മുറിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ടാകുന്നതല്ല, പകരം നമ്മൾ എവിടെ പോകുന്നു? നമ്മളൊരു അനാഥാലയത്തിൽ പോകുന്നു. അനാഥാലയത്തിൽ പോകുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒക്കെ നമ്മൾ നൽകണം, കൊടുക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ പോകാവൂ. വെറുതെ പോകുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും അവർക്ക് കൊടുക്കണം. എന്ത് തന്നെ ആയിക്കോട്ടെ, എത്ര വില കുറഞ്ഞതായിക്കോട്ടെ, പക്ഷെ നമ്മളാൽ സാധിക്കുന്ന ഒരു വസ്തുക്കളോ പണമോ എന്തും അവർക്ക് സമർപ്പിക്കുക. ഈ ഒരു രീതിയിൽ നമുക്കിന്ന് ചിലവഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ ഒരു അനാഥാലയത്തിൽ പോവുകയും, അന്ന് രാവിലെ മുതൽ, അത് ആദ്യം കേട്ടപ്പോൾ കുട്ടികൾക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല. സിനിമ കാണാൻ പോയ എക്സൈറ്റ്മെന്റ് ഈ സമയത്തുണ്ടായില്ല. പക്ഷെ പ്രൊഫസർ വിളിച്ചത് കൊണ്ട് അവർ പോയി. അനാഥാലയത്തിൽ ചെല്ലുകയും അന്നത്തെ ദിവസം അവർ കുട്ടികളോടൊത്ത് ചെലവഴിക്കുകയും പോരാൻ നേരം ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന സഹായം ആ കുട്ടികൾക്ക് നൽകുകയും ചെയ്യുകയുണ്ടായി. ചിലർ പേന കൊടുത്തു, ചിലർ പണം കൊടുത്തു, ചിലർ ബുക്കുകൾ കൊടുത്തു, ചിലർ മറ്റ് വസ്ത്രങ്ങൾ കൊടുത്തു. അങ്ങനെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിനുശേഷം ആ പ്രൊഫസർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ച ആനന്ദത്തെ ഒന്ന് രേഖപ്പെടുത്തി വെക്കൂ എന്ന് പറഞ്ഞു. ഇതിന് ശേഷം ആ പരീക്ഷണം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. വീണ്ടും ഒരു 6 മാസത്തിന് ശേഷം അദ്ദേഹം ചോദിച്ചു, അന്ന് നടന്ന 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു, ഭക്ഷണം കഴിച്ചു. മറ്റൊന്ന്, നമ്മൾ അനാഥാലയത്തിൽ പോയി കുട്ടികൾക്ക് നമ്മളാൽ കഴിയുന്ന സംഭാവനകൾ നൽകി. ഈ 2 ആനന്ദങ്ങളിൽ ഏതാണ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്? അങ്ങനെയുള്ളത് ഏതാണെന്ന് എഴുതാൻ പറഞ്ഞു. മുഴുവൻ കുട്ടികളും എഴുതി. എന്തായിരുന്നു ആ ഉത്തരം? മുഴുവൻ കുട്ടികളും എഴുതിയത്, അനാഥാലയത്തിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സംതൃപ്തി ഇപ്പോഴും നിലനിൽക്കുന്നു. സിനിമ കണ്ടപ്പോഴും ആഹാരം കഴിച്ചപ്പോഴും ഉണ്ടായത് ഞങ്ങളിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോയി, ബാഷ്പീകരിച്ച് പോയി കഴിഞ്ഞു. അതിന്റെ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. അതിന്റെ ഒരു മായുന്ന ഓർമ്മകൾ മാത്രമേ ഞങ്ങളോടൊപ്പം ഉള്ളൂ. പക്ഷേ അനാഥാലയത്തിൽ പോയ അനുഭവം നീണ്ടു നിൽക്കുന്ന ഒരു അനുഭവമാണ്. അതിപ്പോൾ ഓർക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ആർദ്രത ജനിക്കുന്നു, ഒരു സംതൃപ്തി ജനിക്കുന്നു, ഒരു സഹാനുഭൂതി ജനിക്കുന്നു, ഒരു സന്തോഷം ജനിക്കുന്നു. ഇത് കുറെ കൂടി അഗാധമായ വിശാലമായ അർത്ഥതലത്തിലുള്ള ആനന്ദമാണ്, സൂക്ഷ്മമായ ആനന്ദമാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഈ ആനന്ദം അനുഭവിക്കണം. ഇത് നമ്മൾ 1-ാം തലത്തിലും 2-ാം തലത്തിലും മാത്രം നിന്നാൽ പോരാ. ഇടയ്ക്ക് നമ്മളൊന്ന് മുകളിലേക്ക് കയറണം, 3-ാമത്തെ ഇടത്തിലേക്ക് വരണം. 3-ാമത്തെ ഇടത്തിലേക്ക് വന്നിട്ട് ഈ സഹാനുഭൂതിയുടെയും സഹവർത്തിത്വത്തിൽ നിന്നും ലഭിക്കുന്ന ബിയാറ്റിറ്റ്യൂഡോ എന്ന് പറയുന്ന ആനന്ദത്തെ നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം.
അങ്ങനെയുള്ള ആനന്ദങ്ങൾ കുറേശ്ശെ നമ്മുടെ കുട്ടികളെ കൊണ്ടും അത് അനുഭവിപ്പിക്കണം. നമ്മുടെ കുട്ടികളെയും ഈ ബിയാറ്റിറ്റ്യൂഡോ പരിശീലിപ്പിച്ചു കൊടുക്കണം. ഈ ആനന്ദം എന്താണെന്ന് അവർ അറിയണം. അതല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ 2 തലത്തിൽ നിൽക്കും. ആദ്യത്തെ 2 തലം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഹാപ്പിനെസ്, അതിനെ ലൈറ്റസ് എന്നാണ് അവർ പറയുക. ലൈറ്റസും ഫെലിക്സും ആദ്യത്തെ 2 തലത്തിൽ നമ്മൾ നിൽക്കും. അതിലാണ് കൂടുതലും പേർക്ക് നിൽക്കാൻ താല്പര്യം. പക്ഷെ മൂന്നാമത്തെ ബിയാറ്റിറ്റ്യൂഡോ എന്ന് പറയുന്നത് ദൈവീകമായ ആനന്ദമാണ്. അപരനോട് തോന്നുന്ന സഹാനുഭൂതി, അനുകമ്പ. നാരായണ ഗുരുദേവന്റെ ഗ്രന്ഥമാണ്. അതുപോലുള്ള എല്ലാ ഗുരുക്കന്മാരും ഈ അനുകമ്പയെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ആനന്ദത്തിന്റെ ഒരു വലിയ സ്രോതസ് നമ്മൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഇത് സ്റ്റഡിയാണ്. ഞാൻ ഈ പറയുന്നത് സ്പിരിച്വാലിറ്റി അല്ല കേട്ടോ. ഞാൻ ഈ തൽക്കാലം കുറച്ചു നേരത്തേക്ക് ആത്മീയ പുസ്തകം മടക്കി വെച്ചിട്ട് ആധുനികമായ ശാസ്ത്രം എന്ത് പറയുന്നു എന്ന് മാത്രമാണ് നോക്കുന്നത്. ഇനി 4ാമത്തെ ആനന്ദം എന്താണ്? ഒരു മനുഷ്യന് മാത്രം അനുഭവിക്കാവുന്ന 4ാമത്തെ ഒരു ആനന്ദ തലമുണ്ട്. ഒരു മൃഗങ്ങൾക്ക് സാധിക്കില്ല. ബിയാറ്റിറ്റ്യൂഡോയും 4ാമത് പറയാൻ പോകുന്ന ഈ ആനന്ദവും മറ്റു ജീവികൾക്ക് കിട്ടാത്ത ആനന്ദം. മറ്റു ജീവികൾക്ക് അത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. 4ാമത്തെ ആനന്ദമാണ് അതീതം. അതീതമായ സബ്ലൈം ബിയാറ്റിറ്റ്യൂഡോ എന്നാണ് അതിനെ പറയുന്നത്. സബ്ലൈം ബിയാറ്റിറ്റ്യൂഡോ, അതീതമായ ആനന്ദം. എന്താണ് ഈ അതീതമായ ആനന്ദം? ആഴമുള്ള ആത്മീയ അനുഭവത്തിന് പറയുന്ന പേരാണ് ട്രാൻസെൻഡന്റൽ സബ്ലൈം ബിയാറ്റിറ്റ്യൂഡോ. ഇത് പറയുന്നത് സയൻസ് ആണ് കേട്ടോ. അല്ലാണ്ട് ഭജഗോവിന്ദൻ ടെക്സ്റ്റോ മറ്റേതെങ്കിലും അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളോ അല്ല പറയുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ആധുനിക പഠനത്തിൽ അവർ കണ്ടെത്തിയ 4ാമത്തെ ആനന്ദത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് അതീന്ദ്രിയമായ, അതീന്ദ്രിയം എന്നുള്ളതിനേക്കാൾ അതീതമായ സബ്ലൈം ബിയാറ്റിറ്റ്യൂഡ്, അതീതാനന്ദം. അവർ പറയുന്നത് ഇത് അഗാധമായ ഒരു ആത്മീയമായ പരിശീലനത്തിലൂടെയാണ് നമുക്ക് ഇത് കിട്ടുക. അവർ പറയുന്നത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഇത് ധ്യാനത്തിലൂടെ കിട്ടും, പ്രകൃതിയുമായി ഒന്നു ചേരുമ്പോൾ കിട്ടും, പ്രകൃതിയോട് ഇണങ്ങിച്ചേരുമ്പോൾ നമുക്ക് കിട്ടും, ധ്യാനത്തിലൂടെ നമുക്ക് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് തരുന്നത് അഗാധമായ ശാന്തിയും സ്വരലയവും ഹാർമണിയുമാണ്. ഉള്ളിൽ അഗാധമായ ശാന്തിയും പുറത്ത് നമുക്ക് എല്ലാത്തിനോടും തോന്നുന്ന സ്നേഹവുമാണ് ഇതിന്റെ ഇത് കാരണങ്ങളൊന്നുമില്ലെന്നാ പറയുന്നത്. ഇത് ധ്യാനം പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഈ ശാന്തിയും ഈ പുറമേക്കുള്ള സ്നേഹവും താനേ ഉണ്ടായി വരും. ഇങ്ങനെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ, അവർ പറയുന്നു, ആ സ്റ്റഡി പറയുന്നത്, ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബേസ് ലൈനായിട്ട് എന്നും നിൽക്കുന്ന പറയും. നമ്മൾ ധ്യാനത്തിലൂടെയും വായനയിലൂടെയും മനനത്തിലൂടെയും ശ്രവണത്തിലൂടെയും ഒക്കെ നമ്മൾ ഈ ഒരു ആനന്ദത്തിന്റെ ഒരു തുള്ളിയെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതീതമായ സബ്ലൈം ബിയാറ്റിറ്റ്യൂഡോടെ ഒരു തുള്ളിയെങ്കിലും നമ്മളിൽ കിട്ടിക്കഴിഞ്ഞാൽ, അത് നമ്മളുടെ ബേസ് ലൈൻ കണ്ടന്റ്മെന്റ് ആയിട്ട് നിൽക്കും. നമ്മളുടെ ബേസ് ലൈൻ സംതൃപ്തിയായിട്ട് നിൽക്കും. ഇങ്ങനെ നിന്നാലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? ഇത് ഒരിക്കലും പുറമേയുള്ള സന്ദർഭങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ എത്ര തന്നെ എതിരായാലും ഈ ബേസ് ലൈൻ എന്ന് പറയുന്നത് ഇളകില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ ആണ്. ഇത് പറഞ്ഞത് ആരാണെന്നും കൂടെ ഓർത്തോളണം. ഇത് പറയുന്നത് സയന്റിസ്റ്റുകളാണ്, ഋഷിമാരല്ല. ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് സയന്റിഫിക് വാലിഡേഷനും ആവശ്യമുണ്ടല്ലോ. ഇപ്പൊ എല്ലാത്തിനും ചോദിക്കുന്നത് ശാസ്ത്രീയമായി അത് ശരിയാണോ തെറ്റാണോ. ഇത് പറയുന്നത് ശാസ്ത്രജ്ഞന്മാരാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനമാണിത്. ഒരിക്കൽ നമ്മൾ ഈ ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള സബ്ലൈം ബിയാറ്റിറ്റ്യൂഡോ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ പുറമേക്ക് തോന്നുന്ന അനുഭൂതിയിലൂടെ ഒന്നായി തീരുന്ന അനുഭൂതി, ഹാർമണി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരുപയോഗിക്കുന്ന വാക്ക് വേദാന്തത്തിലൊക്കെ അത് അദ്വൈത അനുഭൂതി എന്നൊക്കെ പറയും. അപ്പൊ എല്ലാത്തിനോടും തോന്നുന്ന ഈ സ്നേഹം, ഈ ഐക്യബോധം, ഇതാണ് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന ഏറ്റവും സൂക്ഷ്മവും സുന്ദരവുമായ അനുഭൂതി, ആനന്ദാനുഭൂതി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികളെ നേരിടാൻ ഈ ആനന്ദമാണ് നമ്മളെ പ്രാപ്തമാക്കുന്നത്. വളരെ സത്യമാണത്. നമ്മുടെ ജീവിതത്തിൽ യാതൊരു മുന്നറിയിപ്പുകളും ഇല്ലാതെ വരുന്ന, അശ്വിനിപാതം പോലെ വരുന്ന, ഓർക്കാപ്പുറത്ത് വരുന്ന വലിയ വലിയ പ്രഹരങ്ങളെ നേരിടാൻ നമുക്ക് സാധിക്കുന്നത് നമ്മൾ ഈ അടിത്തട്ട്, ഈ ആനന്ദത്തെ, ഈ അതീതമായ ആനന്ദത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു അല്പമെങ്കിലും നമ്മൾ സേവിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു കണമെങ്കിലും നമ്മൾ രുചിച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മൾ ഓർത്തിരിക്കും. അടി കിട്ടുമ്പോൾ നമ്മൾ ഓർത്തിരിക്കും. നമ്മൾ തളരില്ല, നമ്മൾ വീഴില്ല, നമ്മൾ പിടിച്ചു നിൽക്കും. അതിനാണ് നമ്മൾ ആത്മീയത. എന്തിന് ആത്മീയത? എന്തിനു നമ്മൾ ഈ ക്ലാസ് എടുക്കണം? ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത് അടിസ്ഥാനപരമായി ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞു. എക്സ്പെക്ട് ദ ബെസ്റ്റ്. ഏറ്റവും മനോഹരമായതിനെ പ്രതീക്ഷിക്കുക. ബട്ട് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. ഏറ്റവും മോശമായതിനെ നേരിടാൻ സജ്ജമായിരിക്കുക. ഇതാണ് ഒരു മനുഷ്യന് ചെയ്യാവുന്ന കാര്യം. ഈ സജ്ജമാകലാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്, ഈ ഹാർമണി എന്ന് പറയുന്നത്, ഈ ആത്മീയത എന്ന് പറയുന്നത്. ഈ സജ്ജമാകലാണ് വരാൻ പോകുന്ന ഒരു വലിയ പ്രഹരത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പ്. ഇനി നമുക്ക് നമ്മുടെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. ഭജഗോവിന്ദം എന്താണ് ഇവിടെ പറയുന്നത്? ഭജഗോവിന്ദം പറയുന്നത് ധനം, ജനം, യൗവനം ഇവയെ ആശ്രയിച്ച് നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഇത് മനോഹരമാണ് ഈ ആശയം. ധനം, ജനം, യൗവനം എന്നൊക്കെ പറയുന്നത് ആനന്ദമാണ്. നമുക്ക് ഈ 4-ൽ എവിടെ വേണമെങ്കിലും ഇതിനെ പ്ലേസ് ചെയ്യാം. 4-ൽ എവിടെയൊക്കെ കൃത്യമായ സ്ഥാനങ്ങളിൽ ഇതിനെ പ്ലേസ് ചെയ്യാം, അല്ലെ? ഇപ്പൊ ആരോഗ്യത്തേക്ക് നമുക്ക് അടിസ്ഥാനത്തിൽ കൊണ്ടുവയ്ക്കാം. ആദ്യം പറഞ്ഞ ആ ആനന്ദത്തിൽ നമുക്ക് എന്ത് കൊണ്ടുവയ്ക്കാം? നമ്മുടെ യൗവനവും നമ്മുടെ ആരോഗ്യത്തെയും കൊണ്ടുവയ്ക്കാം. ധനത്തെയും നമുക്ക് അവിടെ തന്നെ വെക്കാം. അറ്റ് ദ മോസ്റ്റ് കൂടിപ്പോയാൽ രണ്ടാമത് പറഞ്ഞ ഫെലിക്സ് എന്ന് പറഞ്ഞ ആനന്ദത്തിൽ നമുക്ക് ജനങ്ങൾ എന്ന് പറയുന്ന ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത്, അംഗീകാരം എന്ന് പറയുന്നത്, പ്രശസ്തി എന്നൊക്കെ പറയുന്നതിനെ രണ്ടാമത്തെ തലത്തിലും കൊണ്ടുവയ്ക്കാം. അങ്ങനെ 1ഉം 2ഉം ആനന്ദങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒന്നാമത്തെയും രണ്ടാമത്തെയും തലത്തിലുള്ള ആനന്ദങ്ങളിൽ ആശ്രയിക്കരുത്. അവിടെ ആശ്രയിച്ച് നിൽക്കരുത്. അതിൽ ഗർവം പാടില്ലെന്ന് വെച്ചാൽ അതിൽ ആശ്രയിച്ച് നിൽക്കരുത്. ഇവിടെ തൈത്തിരീയോപനിഷത്ത് മനുഷ്യ ആനന്ദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആനന്ദവല്ലിയില്, തൈത്തിരീയോപനിഷത്തിലെ ആനന്ദവല്ലിയില് മനുഷ്യാനന്ദം എന്താണെന്ന് പറയുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ ഈ ശ്ലോകത്തിന്റെ റഫറൻസ്. അതിൽ നിന്നാണ് ആചാര്യസ്വാമികൾ ഇത് എടുത്തിരിക്കുന്നത്. തൈത്തിരീയോപനിഷത്തിലെ ആനന്ദവല്ലിയിൽ പറയുന്ന ആ ആശയം എന്താണ്? നമുക്കതൊന്ന് പരിചയപ്പെടാം. മനുഷ്യന്റെ ആനന്ദത്തിന് എന്തൊക്കെ വേണം? അടിസ്ഥാനപരമായി മനുഷ്യന് ആനന്ദം അനുഭവിക്കാൻ എന്തൊക്കെ വേണമെന്ന് തൈത്തിരീയോപനിഷത്തിന്റെ ഭാഷയിൽ ആദ്യം പറയുന്നത് യുവാവായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. അതായത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആനന്ദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അയാൾ യുവാവായിരിക്കണം എന്ന് വെച്ചാൽ ആരോഗ്യവാനായിരിക്കണം. ഇന്ദ്രിയങ്ങൾ ഫലപ്രദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. 1. സാധുവായ യുവ എന്ന് വെച്ചാൽ എത്തിക്കലായിരിക്കണം. അയാൾ ധർമ്മിഷ്ഠനായിരിക്കണം. അയാൾ തോന്നിയ പോലെ ജീവിച്ചാൽ ഈ ആരോഗ്യം പെട്ടെന്ന് പോകും. പകരം ധാർമ്മികമായി ജീവിക്കണം. അധ്യായക എന്ന് പറഞ്ഞാൽ പഠിച്ചവനായിരിക്കണം, വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം. ഇതൊക്കെ ഒരു മനുഷ്യന് എടുക്കാവുന്ന ആനന്ദത്തിന്റെ തലങ്ങളാണ്. പഠിച്ചിട്ടുള്ളവനായിരിക്കണം. ആശിഷ്ട എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ദൃഢിഷ്ഠം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ഛാശക്തി ഉള്ളവനായിരിക്കണം. ബലിഷ്ഠ എന്ന് പറഞ്ഞാൽ ആരോഗ്യം, ശരീരത്തിന് നല്ല ദൃഢത വേണം. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായി ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇത് മനുഷ്യാനന്ദത്തിന്റെ ഒരു കണം എടുക്കുകയാണ് അവർ, ഒരു യൂണിറ്റ് എടുക്കുകയാണ് കേട്ടോ. മനുഷ്യാനന്ദത്തിന്റെ ഒരു യൂണിറ്റ് എടുത്തിട്ട് അതെന്താണ് അതുകൊണ്ട് ചെയ്യാൻ പോണെന്ന് നോക്കിക്കോളൂ. ഇത് ഇത്രയും ഉള്ള ഒരാൾക്ക് പിന്നെന്താണ് പറയണത്? ഇയം സർവ പൃഥ്വി വിത്തസ്യ പൂർണ്ണസ്യാത്. ഈ മുഴുവൻ ഭൂമിയിലും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കണം. ഈ മുഴുവൻ ഭൂമിയിലുള്ള സമ്പത്ത് അയാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പഠിപ്പുണ്ട്, നമുക്ക് ഡിസിപ്ലിൻഡ് ആണ്, നമുക്ക് ഇച്ഛാശക്തിയുണ്ട്, നമുക്ക് നമ്മുടെ ശരീരം അരോഗദൃഢ ഗാത്രമാണ്. ഇങ്ങനെയുള്ള നമുക്ക് ഈ ഭൂമിയിലുള്ള മുഴുവൻ ഉപഭോഗ സാധനങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ വന്നു. മുഴുവൻ പണവും, ഈ മുഴുവൻ ആകാശവും, മുഴുവൻ സുഖ സൗകര്യങ്ങളും, മനുഷ്യൻ കണ്ടെത്തിയ എല്ലാ കണ്ടെത്തലുകളും നമ്മൾക്ക് ഉപയോഗിക്കാം.
അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ എത്രത്തോളം ഹാപ്പി ആയിരിക്കും? അങ്ങനെ ഒരു മനുഷ്യൻ എത്രത്തോളം ആനന്ദവാനാകുന്നു? എന്നിട്ട് തൈത്തിരീയ ഉപനിഷത്ത് പറയാണ്, അത്തരം ആനന്ദത്തെ 100 കൊണ്ട് ഗുണിച്ചാൽ, അത്തരം ആനന്ദത്തിന്റെ 100 കൂടിയതാണ് ഒരു മനുഷ്യ ഗന്ധർവന്റെ ആനന്ദം. ആനന്ദത്തിന്റെ ഗ്രഡേഷൻ ആണ്. ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന, അത് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ കിട്ടിയാൽ അതെന്ന് പറയുന്നത് ഒരു ഗന്ധർവന്റെ 100-ൽ 1 ഉള്ളൂ. എന്നാലോചിച്ച് നോക്കൂ. അതായത് മനുഷ്യന്റെ ആനന്ദം എത്ര തന്നെ കിട്ടിയാലും അതിന്റെ ലിമിറ്റ് ആണ് ഇവിടെ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറയാ, അരുത്, നമുക്ക് അതില് അഹങ്കാരം പാടില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ഭൂമി മുഴുവൻ ഉള്ള ആനന്ദവും നമുക്ക് എടുത്താൽ പോലും അത് ഗന്ധർവന്റെ ആനന്ദത്തിന്റെ 100-ൽ 1 ആവുന്നുള്ളൂ. ഇനി ഗന്ധർവന്റെ അവസ്ഥ എന്താണ്? അത് നമുക്ക് നോക്കാം. അങ്ങനെയുള്ള ഗന്ധർവന്റെ 100 ഇരട്ടി ആനന്ദം ആർക്കുണ്ട്? ദേവന്മാർക്കുണ്ട്. ഗന്ധർവൻ അനുഭവിക്കുന്ന ആനന്ദത്തിന്റെ 100 ഇരട്ടിയാണ് ദേവന്മാർ ആനന്ദിക്കുന്നത്. അപ്പൊ മനുഷ്യൻ എവിടെ പോയി? മനുഷ്യൻ ആ ചിത്രത്തിലൊന്നുമില്ല. ഭൂമിയിലെ ഏറ്റവും ആനന്ദവാനായ മനുഷ്യൻ, ഭൂമി മുഴുവൻ അധീനനായ സാർവഭൗമനായ ഒരു രാജാവ്, സാർവഭൗമനായ ഒരു ചക്രവർത്തി, അയാളുടെ ആനന്ദം എന്ന് പറയുന്നത് ഈ ചിത്രത്തിലേ വരുന്നില്ല. കാര്യം അതിന്റെ 100 ഇരട്ടിയാണ് ഗന്ധർവന്മാർക്ക് കിട്ടുന്നത്, അതിന്റെ 100 ഇരട്ടിയാണ് ദേവന്മാർക്ക് കിട്ടുന്നത്. ഇനി ഈ ദേവന്മാരുടെ 100 ഇരട്ടിയാണ് പിതൃക്കൾക്ക് കിട്ടുന്നത്. പിതൃക്കൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ദേവന്മാരെക്കാൾ ആനന്ദമാണ് പിതൃക്കൾ അനുഭവിക്കുന്നത്. പിതൃക്കളുടെ 100 കൂടിയ ആനന്ദമാണ് ഇന്ദ്രൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവേന്ദ്രൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിതൃക്കളെക്കാൾ 100 ഇരട്ടി ആനന്ദമാണ്. ഇപ്പൊ നോക്കിക്കൊണ്ട് നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രധാനം. ഇവിടെ ഗന്ധർവന്മാരോ ദേവന്മാരോ പിതൃക്കളോ ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ ആനന്ദം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആനന്ദം അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അവിടെ ഒരു ഡോട്ട് പോലും നമ്മളുടെ കാണുന്നില്ല. അതൊരു ചിത്രം എടുത്താൽ, ഇന്ദ്രന്റെ ആനന്ദത്തിന്റെ ഒരു ചിത്രം വരച്ചാൽ അതിലൊരു മുട്ടുസൂചി കുത്തുന്ന സ്ഥലം പോലും മനുഷ്യന് കിട്ടുന്നില്ല എന്നുള്ളത്. ഇന്ദ്രന്റെ ആനന്ദത്തിന്റെ 100 ഇരട്ടിയാണ് ബൃഹസ്പതി. ബൃഹസ്പതി ദേവഗുരുവാണ്. ബൃഹസ്പതിയുടെ ആനന്ദത്തിന്റെ 100 ഇരട്ടിയാണ് പ്രജാപതി. പ്രജാപതിയുടെ ആനന്ദത്തിന്റെ 100 ഇരട്ടിയാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ്, അതേ ആനന്ദമാണ് ശ്രോത്രിയസ്യ അകാമഹതസ്യ ച. ഈ പറയുന്ന എല്ലാ ആനന്ദവും ആർക്കും കിട്ടും? ശ്രോത്രിയസ്യ ച അകാമഹതസ്യ. ശ്രോത്രിയനും കാമത്തെ ജയിച്ചവനുമായ മനുഷ്യന് കിട്ടും. എന്താണ് ആ പറയുന്നതിന് അർത്ഥം? ശ്രോത്രിയനും ഹതസ്യ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേദാന്തം അറിഞ്ഞ് കേട്ടിട്ടുള്ളവനും എല്ലാ ആഗ്രഹങ്ങൾക്കും അപ്പുറം പോയിട്ടുള്ളവനും, നമ്മൾ ഈ പറഞ്ഞ ജീവൻ മുക്ത അവസ്ഥ തന്നെ. അങ്ങനെ ഒരു മനുഷ്യന് കിട്ടുന്ന ആനന്ദം ഈ പറഞ്ഞ എല്ലാ ആനന്ദങ്ങൾക്കും പകരം വെക്കാവുന്നതാണ്. ഈ ആശയത്തെയാണ് സംഗ്രഹിച്ച് നമ്മൾക്ക് ഈ ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ആചാര്യസ്വാമികൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഒരിക്കലും മാക്കൊരു ധനജന യൗവന ഗർവം, ഈ ഭൂമിയിലെ ഒരു സുഖവും എന്തല്ല, അതിന്റെ പെരുക്കി നോക്കിയാൽ സുഖമല്ല. ഇത് സത്യമാണ്. ഇതിനൊരു സത്യാവസ്ഥയുണ്ട്. എന്തെന്ന് വെച്ചാല്, ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്കൊരു വലിയ പ്രദേശമായി തോന്നും. പക്ഷെ സൂര്യന്റെ വലിപ്പവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. എന്ന് വെച്ചാല് സൂര്യന്റെ ഉള്ളിൽ 10,000 ഭൂമി കൊള്ളും. ഒന്ന് ആലോചിച്ച് നോക്കൂ. 10,000 ഭൂമി ചേർന്നാലാണ് ഒരു സൂര്യനാവുക. ഒരു ഫുട്ബോൾ എടുത്ത് അതിനകത്ത് കടുകുമണികൾ നിറയ്ക്കുന്നത് പോലെ ഇരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ മുത്തുമണികൾ നിറയ്ക്കുന്നത് പോലെ. അങ്ങനെയുള്ള സൂര്യൻ എന്ന് പറയുന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ താരതമ്യേന പ്രഭ കുറഞ്ഞ ഒരു നക്ഷത്രമാണ്. അപ്പം ഇതിങ്ങനെ പെരുകി പെരുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ആനന്ദവും ഇതുപോലെ പെരുകി 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 പോവും ഈ പ്രപഞ്ചത്തില്. നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം പുറത്തുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആനന്ദം ഉണ്ടെങ്കിൽ പുറത്ത് അതിന്റെ പെരുക്കങ്ങളാണുള്ളത്.
നമ്മളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ പുറത്തുമുണ്ട്. നമ്മളിൽ ബോധമുണ്ടെങ്കിൽ പുറത്ത് അതിനേക്കാൾ ബോധമുണ്ട്. നമ്മളിൽ ആനന്ദം ഉണ്ടെങ്കിൽ പുറത്ത് അതിനേക്കാൾ ആനന്ദമുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അപ്പൊ ആചാര്യസ്വാമികൾ പറയണത് അതുകൊണ്ട് ഇത് ആനന്ദം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ആനന്ദം നെഗ്ലിജിബിൾ ആണ്. നിങ്ങളുടെ ധനം, ജനം, യൗവനം എന്നൊക്കെ പറയുന്നത് കാലത്തിന് ഹരിക്കാൻ പറ്റുന്നതാണ്. ഒരു നീർക്കുമിളയുടെ ആയുസ്സേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ ആശ്രയിക്കാതെ അത് മായയാണെന്ന് അറിഞ്ഞുകൊണ്ട് ബ്രഹ്മപദം ത്വം പ്രവിശവിദിത്വ. ഇത് തന്നെയാണ് തൈത്തിരീയത്തിലെ ആ മന്ത്രവും പറയുന്നത്. ബ്രഹ്മപദത്തെ അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. തൈത്തിരീയത്തില് ഇതേ അനുവാക 7ാം അനുവാകത്തിൽ പറയുന്ന ഗംഭീരമായ ഒരു ആശയമുണ്ട്. ആനന്ദത്തെ തേടിയാണ് മനുഷ്യർ ജീവിക്കുന്നത്. ആനന്ദം അവിടെ ഇല്ലെങ്കിൽ ആര് ശ്വസിക്കുന്നു, ആര് നിശ്വസിക്കുന്നു? ഈ വിവിധ തലങ്ങളിലുള്ള ആനന്ദത്തെ തേടിയാണ്. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ അന്വേഷണവും ഇതിന്റെ പ്രാപ്തി ഘട്ടം ഘട്ടമായിട്ടുള്ള നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര. ഇതാണ് ആനന്ദമീമാംസ എന്ന് പറയുന്നത്. തൈത്തിരീയോപനിഷത്തിലെ ആനന്ദമീമാംസയാണ് ചുരുക്കി ഇവിടെ ഭഗവാൻ ആദിശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് തന്നിരിക്കുന്നത്. അത് ശരിക്കും ബ്രഹ്മചാരിമാരോട് സംസാരിക്കുന്ന ഭാഷയാണ്. അതിന്റെ ശങ്കരഭാഷ്യം ഇവിടെ ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ അത് വായിക്കാം. പക്ഷെ ആ ശങ്കരഭാഷ്യം എന്ന് പറയുന്നത് അത് ബ്രഹ്മചാരിമാരോടാണ് സംസാരിക്കുന്നത്, ഇത് നമ്മളോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇത്രയും വിശാലമായി പറഞ്ഞ കാര്യം ഇവിടെ ചുരുക്കി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക, നമ്മൾ നിർലിപ്തമായി ജീവിക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ ആനന്ദത്തിന്റെ അധികാരികളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മറ്റു ജീവികളെ അപേക്ഷിച്ച് ആനന്ദത്തെ അനുഭവിക്കാൻ അധികാരമുള്ള ഒരു ജീവിയാണ്. പല തലങ്ങളിലായിട്ടാണ് മനുഷ്യന്റെ ആനന്ദം കുടികൊള്ളുന്നത്. ഒരേ സമയം ഒന്നിലധികം ആനന്ദങ്ങളെ അനുഭവിക്കാൻ അയാൾക്ക് സാധിക്കും. വിശക്കുന്നവന് ഭക്ഷണം ആനന്ദമാണ്, ഹൃദയം നുറുങ്ങിയവന് സ്നേഹം ആനന്ദമാണ്, അറിവിന് വേണ്ടി ദാഹിക്കുന്നവന് അറിവ് ആനന്ദമാണ്, ഈശ്വരന് വേണ്ടി കൊതിക്കുന്നവന് ഈശ്വരീയത ആനന്ദമാണ്. ഇതിനെല്ലാം ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. വിശക്കുന്നവന് ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ അനേകായിരം ചിത്രങ്ങൾ വരുന്നു. ഇത് മനുഷ്യനാണ്. ഹൃദയം തകർന്നവന് സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. നമ്മളും ഒരിക്കൽ ഹൃദയം തകർന്നവനായിരുന്നു. നമ്മളും സ്നേഹത്തിന് വേണ്ടി വിശന്നിട്ടുണ്ട്. സ്നേഹത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സ്നേഹം കടന്നു വന്നിട്ടുണ്ട്. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന് സർവൈവൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആലോചിക്കണം. സ്നേഹത്തിന് വേണ്ടി ഹൃദയം തപിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു പ്ലേറ്റ് ഭക്ഷണം കൊടുത്താൽ, ശരിയാണ് വിശന്നിരിക്കുന്നതിന് മുമ്പിൽ വേദാന്തം പറയരുതെന്ന് പറയും, പക്ഷെ സ്നേഹത്തിന് വേണ്ടി തപിച്ചിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ അതും അരുത്. ഭക്ഷണത്തിന് വേണ്ടി അല്ല, ഭക്ഷണമല്ല അവിടെ ആവശ്യം, സ്നേഹമാണ് ആവശ്യം. ഇനി അറിവില്ലാതെ മരിച്ചു പോകുന്നത് ഒരുപാട് മനുഷ്യരുടെ ദുഃഖമാണ്. അറിവിന് വേണ്ടി കൊതിക്കുന്ന മനുഷ്യരുണ്ട്, അറിവിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റഡീസിൽ പറയുന്നത്, ഒരു മനുഷ്യൻ അറിവിന് വേണ്ടി അന്വേഷിച്ച് തുടങ്ങുന്നത് അവന്റെ ജീവിതത്തിന്റെ മിഡ് ലൈഫിലായിരിക്കും. ജീവിതത്തിന്റെ മിഡ് ലൈഫിൽ അയാൾ അറിവിനെ അന്വേഷിച്ച് നടക്കും. അതുവരെ അയാൾ തേടുന്നത് ഇന്ദ്രിയപരമായ ആനന്ദവും സ്നേഹവുമാണ് അയാൾ തേടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥപകുതിയിൽ അയാൾ അറിവിനെ അന്വേഷിച്ച് തുടങ്ങും. സാധാരണഗതിയിൽ അറിവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യും. ഇനി അറിവും കഴിഞ്ഞ് ഈശ്വരന് വേണ്ടി കൊതിക്കുന്ന മനുഷ്യരുണ്ട്. അവർ വളരെ കുറവാണ്. മുകളിലേക്ക് വരുന്നതോറും എണ്ണം കുറഞ്ഞു വരും. പക്ഷെ എണ്ണം കുറയുക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവരാണ് ശരിക്കും മനുഷ്യരാശിയെ പ്രതിനിധീകരിക്കുന്നത്, അല്ലെ? മനുഷ്യരാശിയെ പ്രതിനിധീകരിക്കുന്നത് ആ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും ഗുണത്തിൽ ഒരുപാട് വ്യത്യസ്തരായിരിക്കുന്ന ആ കുറച്ച് മനുഷ്യരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീബുദ്ധൻ, ശ്രീകൃഷ്ണൻ, ആചാര്യസ്വാമികൾ, ഇങ്ങനെ കുറച്ചു പേരെ എടുത്ത് മാറ്റിയാൽ പിന്നെ നമുക്ക് എന്ത് ചരിത്രമാണ് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ വായിക്കാനുള്ളത്? യുദ്ധങ്ങളോ? അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവത്ഗീതയും ധർമ്മപഥവും ശങ്കരാചാര്യസ്വാമികളുടെ സംഭാവനകളും എല്ലാം എടുത്ത് മാറ്റിവെച്ച് നോക്കൂ. ഉപനിഷത്തുക്കളും എല്ലാം എടുത്ത് മാറ്റിവെച്ച് നോക്കൂ.
പിന്നെ ഈ ലോകം, ഭാരതം തന്നെ ആയിക്കോട്ടെ, ഈ ലോകത്ത് എന്താ ഉള്ളത്? കുറെ രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധങ്ങൾ. ഇതായി തീരും. അതല്ല, ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യരാണ് ഈ ലോകത്തെ നിർവചിച്ചത്, ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഇപ്പം ഈശ്വരനെ അന്വേഷിച്ചു പോകുന്ന പരമഹംസർക്ക് ഭക്ഷണം കൊടുക്കരുത്, സ്നേഹം കൊടുക്കരുത്, കുറെ പുസ്തകങ്ങൾ കൊണ്ട് അറിവ് കൊടുക്കരുത്. പഞ്ചാംഗം കൊണ്ട് കൊടുത്തിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? രാമകൃഷ്ണദേവൻ പഞ്ചാംഗം എടുത്ത് പിഴിഞ്ഞു നോക്കി. അപ്പൊ വിവേകാനന്ദ സ്വാമി ചോദിച്ചു, എന്തിനാണ് പഞ്ചാംഗം പിഴിയുന്നതെന്ന് ചോദിച്ചു. പഞ്ചാംഗത്തിൽ മഴ വരുമെന്ന് പറയുന്നുണ്ട്, ഞാൻ പിഴിഞ്ഞു നോക്കുക വെള്ളം കിട്ടുമെന്ന്. രാമകൃഷ്ണദേവൻ പറഞ്ഞ മറുപടിയാ. പഞ്ചാംഗത്തില് മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ പിഴിഞ്ഞു നോക്കിയിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല. വിവേകാനന്ദ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുക വലിയൊരു തത്വം. എന്താണ് ആ തത്വം? നീ ഈശ്വരൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ വായിച്ച് പിന്നെ ആലോചിച്ച് തല പുണ്ണാക്കാതെ ഈശ്വരനെ അനുഭവിക്കടാ. സ്നേഹം, ഭക്തി കൊണ്ട് ഈശ്വരനെ അനുഭവിക്ക്. യുക്തി കൊണ്ട് നീ ഇത്രയും അറിഞ്ഞില്ലേ, അറിഞ്ഞതൊക്കെ ഭക്തി കൊണ്ടെന്ന് അനുഭവിക്ക്. യുക്തി കൊണ്ട് അറിയുക, ഭക്തി കൊണ്ട് അനുഭവിക്കുക. ഭക്തി അനുഭവിക്കാനും യുക്തി അറിയാനും ഉള്ളതാ. രണ്ടും വേണം നമുക്ക്. പക്ഷെ യുക്തിയിൽ മാത്രം നിൽക്കാതെ ഭക്തി കൊണ്ട് ജീവിതത്തെ ഒന്ന് അനുഭവിക്കുന്നേ. സ്നേഹം കൊണ്ടാണ് നമ്മൾ ജീവിതത്തെ അനുഭവിക്കുന്നത്, ഭക്തി കൊണ്ടാണ് നമ്മൾ ഈശ്വരനെ അനുഭവിക്കുന്നത്. അനുഭവം, അനുഭൂതി തലം, ഇത് ഭയങ്കരാണ്. അതാണ് ആനന്ദം. അത് നമ്മുടെ സ്രോതസ്സാണ്. നമ്മുടെ നമ്മുടെ ആധ്യാത്മികതയിലെ ഏറ്റവും വലിയ ഒരു സിമ്പലാണ് കസ്തൂരിമാൻ എന്ന് പറയും. ആനന്ദത്തിന്റെ ഉറവിടം തന്റെ ഉള്ളിലാണ് എന്നറിയാതെ പുറത്തൊക്കെ അലഞ്ഞു നടക്കുകയും ഒടുവിൽ തന്നിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യുന്ന മനോഹരമായ ഒരു ചിത്രമാണ്. ആ മാൻ എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞു നടന്നു, ഒടുവിൽ തളർന്നു വീണു, അത് കൊളാപ്സ് ചെയ്തു. അതോടുകൂടി അതിന്റെ അഹങ്കാരം ഇല്ലാതായി, അതിന്റെ അന്വേഷണം ഇല്ലാതായി. അപ്പോഴാണ് ആ സുഗന്ധം തന്റെ ഉള്ളിൽ നിന്നാണ് വന്നതെന്ന് അറിഞ്ഞത്. ശ്രീബുദ്ധനും ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയി. അദ്ദേഹം അന്വേഷിച്ച് നടക്കുന്നു വർഷങ്ങളോളം. ഏതാണ്ട് 6 വർഷത്തോളം അദ്ദേഹം 6 12 വർഷം അദ്ദേഹം കഠിനമായിട്ട് അന്വേഷിച്ചു, തപം ചെയ്തു. ഒടുവിൽ അദ്ദേഹം തളർന്ന് അവശനായി പോയി. ദീർഘനാൾ പട്ടിണി കിടന്ന് തപസ് ചെയ്ത് എല്ലും തോലുമായി പോയി. അങ്ങനെ അദ്ദേഹം വേനൽക്കാലത്ത് വറ്റി വരണ്ട് കിടക്കുന്ന ഒരു നദി കടക്കുകയാണ്. നിരഞ്ജന നദി കടക്കുമ്പോൾ മുട്ടോളം ഉള്ള വെള്ളത്തിൽ തളർന്ന് വീണ് മരിക്കാൻ പോവുകയാണ്. അപ്പം ശ്രീബുദ്ധൻ മനസ്സിൽ പറഞ്ഞു, എന്താണ്? ശ്രീബുദ്ധനല്ല, അന്ന് സിദ്ധാർത്ഥനാണ്. സിദ്ധാർത്ഥൻ മനസ്സിൽ പറഞ്ഞു, ഞാൻ അന്വേഷിച്ച് നടന്നത് ഞാൻ ഇതുവരെ കണ്ടെത്തിയില്ല. ഞാൻ അന്വേഷിച്ചത് സംസാര സാഗരം താണ്ടാനുള്ള വഴിയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ മുങ്ങി മരിക്കാൻ പോകുന്നത് മുട്ടോളം വെള്ളത്തിലാണ്. മുട്ടോളം വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഞാനാണ് സംസാര സാഗരം താണ്ടാൻ പ്രതിജ്ഞയെടുത്തത്. അതിനുവേണ്ടി കൊട്ടാരവും പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നത്. എല്ലാ അഹങ്കാരവും പോയി. അർജുനനെ പോലെ എല്ലാ അഹങ്കാരവും പോയി. അദ്ദേഹം കഷ്ടിച്ച് ഒരു വിധത്തിൽ കരയ്ക്ക് കയറി ഒരു മരത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നു. എല്ലാ അഹങ്കാരങ്ങളും വീണുടഞ്ഞു, എല്ലാ അന്വേഷണങ്ങളും വീണുടഞ്ഞു. തളർന്ന് അതിന്റെ ചുവട്ടിൽ കിടന്നു, ആകാശത്തേക്ക് നോക്കി. അർദ്ധരാത്രിയിൽ ആ പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ കുതിച്ചു നിൽക്കുന്നത് നോക്കിക്കിടന്നു. ഒന്നുമില്ല, ശൂന്യം, ശാന്തം, സ്വസ്ഥം. എങ്ങനെയാണോ ആ കസ്തൂരിമാൻ അന്വേഷിച്ച് നടന്ന് കുഴഞ്ഞു വീണത്, ആനന്ദത്തിന്റെ ഉറവിടം അന്വേഷിച്ച് നടന്ന് ഒടുവിൽ കുഴഞ്ഞു വീണത്, അതുപോലെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ്. ഒടുവിൽ ആ രാത്രി മായവേ, ആ ചന്ദ്രൻ അസ്തമിക്കവേ സിദ്ധാർത്ഥനും അസ്തമിച്ചു. പകരം ശ്രീബുദ്ധൻ ജനിച്ചു. തന്റെ തന്നെ സ്രോതസ്സിനെ തിരിച്ചറിഞ്ഞ ശ്രീബുദ്ധനും ജനിച്ചു. അപ്പം ആനന്ദത്തിന്റെ ഉറവിടം എന്ന് പറയുന്നതാണ് നമ്മൾക്ക്, മനുഷ്യന് പ്രകൃതി അണിയിച്ചിരിക്കുന്ന ഒരു മുൾക്കിരീടമാണത്. കിരീടം തന്നെയാണ്, പക്ഷെ മുൾക്കിരീടമാണ്. ഈ ആനന്ദത്തെയാണ് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു രേഖാചിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലച്ചിലുകൾ കുറയും. ജീവിതത്തിൽ ശൂന്യത മാത്രമായി ആദ്യത്തെ 2 തലങ്ങളിൽ കഴിഞ്ഞാൽ നമ്മൾക്ക് ശൂന്യത മാത്രമേ നമ്മൾ അനുഭവിക്കുകയുള്ളൂ. ഏറ്റവും കുറഞ്ഞത് ജീവിതത്തിന്റെ മിഡ് ലൈഫിലെങ്കിലും നമ്മൾ ഉയർന്ന ആനന്ദങ്ങളിലേക്ക്, അനുകമ്പയിലേക്ക്, സഹാനുഭൂതിയിലേക്ക്, സഹവർത്തിത്വത്തിലേക്ക് ഉയരണം. അതിനുശേഷം ധ്യാനത്തിലേക്ക്, ഒന്നായി ചേരലിലേക്ക്, ഈശ്വര പ്രണിധാനത്തിലേക്ക്, ഭക്തിയിലേക്ക് നമ്മൾ വളരണം. അങ്ങനെ നിരന്തരം വളർന്നുകൊണ്ടിരിക്കേണ്ട ഒരു ജീവിയാണ് മനുഷ്യൻ. ഏതാണ്ട് ഇവിടം കൊണ്ടാണ് ആചാര്യസ്വാമികൾ അവസാനിപ്പിക്കുന്നത്. ഇനി ഒരു ശ്ലോകം കൂടിയാണ് ദ്വാദശമഞ്ജരിയിൽ ബാക്കിയുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ഇങ്ങനെ നിരന്തരം വളരുന്ന, നിരന്തരം പരിണമിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ.
എവിടെയും അവന് നിർത്താൻ സാധിക്കുകയില്ല. മുന്നോട്ട് 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 പോയിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ചരൈവേദി ചരൈവേദി ചരൈവേദി, വീണ്ടും വീണ്ടും മുന്നോട്ട് പോവുക, നിർത്തരുത്. എത്ര അടി കിട്ടിയാലും നിർത്തരുത്. മറിഞ്ഞു വീണ എഴുന്നേൽക്കുക, അടിച്ചിട്ടാൽ തുടച്ച് ഒരു വിധത്തിൽ പിടഞ്ഞെഴുന്നേൽക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെറ്റഫർ പരമശിവനും അർജുനനും തമ്മിലുള്ള ബന്ധമാണ്. പരമേശ്വരൻ അടിച്ചിടുകയാണ് അർജുനനെ. എല്ലാ അഹങ്കാരങ്ങളും പോയി, വില്ലും അമ്പുകളും കയ്യിൽ നിന്ന് തെറിച്ചുപോയി. അടികൊണ്ട് ശ്വാസം പോലും കിട്ടാതെ മണ്ണിൽ കിടന്നെഴഞ്ഞു കിരീടി പാർത്ഥൻ, അല്ലെ, പാർത്ഥൻ, ഇന്ദ്രപുത്രൻ. അങ്ങനെ ഇഴഞ്ഞ് അദ്ദേഹം ആ ഒരു ശിവലിംഗം ഉണ്ടാക്കുകയാണ് മണ്ണുകൊണ്ട്. ഇഴഞ്ഞിഴഞ്ഞ് വന്ന് മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി അതിൽ പൂക്കൾ അർപ്പിക്കുമ്പോഴാണ് ഈ പൂക്കൾ എവിടെ ഇരിക്കുന്നത്? ആ കാട്ടാളന്റെ ശിരസിലിരിക്കുന്നത്. അതാ നമുക്ക് ചെയ്യാനുള്ളൂ. അടികൊണ്ട് വീഴുന്ന ഒരാളുടെ അന്തസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം അടിച്ചിടുന്ന ഒരു മനുഷ്യന്റെ അന്തസ് എന്ന് പറഞ്ഞാൽ ശിവനെ ഭജിച്ചുകൊള്ളുക. എപ്പോഴൊക്കെ അടികൊണ്ട് വീഴുന്നോ, ശ്വാസം കിട്ടാതെ നമ്മൾ കിടന്ന് പിടയുന്നോ, അപ്പോഴൊക്കെ മണ്ണ് കുഴച്ചൊരു ശിവലിംഗം ഉണ്ടാക്കുക, അതിൽ പൂക്കൾ അർപ്പിക്കുക. അത് വളരെ സിംബോളിക്കാണ്. നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ നമ്മുടെ ഹൃദയമാകുന്ന മണ്ണ് കുഴച്ചൊരു ഈശ്വരനെ ഉണ്ടാക്കുക, ഒരു ശിവലിംഗം ഉണ്ടാക്കുക. അതിൽ നമ്മുടെ തന്നെ ആത്മാവിലെ പൂക്കൾ പറിച്ച് അതിനെ അലങ്കരിക്കുക. അപ്പോൾ നമ്മൾ സഫലമാകും. നമ്മളെ ഭഗവാൻ തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. എഴുന്നേൽപ്പിച്ചിട്ട് എനിക്ക് തുല്യനായ പോരാളിയാണ് നീ എന്ന് പറഞ്ഞിട്ട് പാശുപതം എന്ന് പറയുന്ന ആ അസ്ത്രം നൽകും. വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മഹാഭാരതത്തിൽ. നമ്മളൊക്കെ പാർത്ഥന്മാരാണ്. നമ്മളുടെയൊക്കെ ഉള്ളിൽ ഈ ആനന്ദമുണ്ട്. ഈ ആനന്ദത്തെ തേടിയാണ് നമ്മൾ നടക്കുന്നത്. ആനന്ദം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ആര് ശ്വസിക്കുന്നു? ഇവിടെ ആര് നിശ്വസിക്കുന്നു? ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ആത്മീയത എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ബലമാണ്. ആത്മീയത എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കവചമാണ്. ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യന്റെ ആയുധമാണ്, മനുഷ്യന്റെ അന്തസ്സാണ്. പ്രപഞ്ചത്തിന് മുമ്പിൽ, പ്രകൃതിക്ക് മുമ്പിൽ ഒരു മനുഷ്യന്റെ അന്തസ് എന്ന് പറയുന്നത് അവൻ ആത്മീയതയാണ്. തന്റെ തന്നെ ഉള്ളിലെ ആനന്ദത്തിന്റെ സ്രോതസ്സിനെ കണ്ടെത്താനുള്ള ആത്മാർത്ഥതയാണ്. അതാണ് ആനന്ദമീമാംസയിലൂടെ, അതിനെ സംഗ്രഹിച്ച 11ാമത്തെ ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ നമുക്ക് പകർന്ന് നൽകിയത്. ഇന്ന് നമുക്ക് ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കാം. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ഞാൻ അല്പം കൂടെ വ്യക്തത വരുത്താനുണ്ടെങ്കിൽ ഇനി അതിനുള്ള സമയം.